പുറപ്പാട് 3-ാം അധ്യായം. മോശ തൻ്റെ അമ്മായിയപ്പനായ മിദിയാനിലെ പുരോഹിതൻ ജത്രോയുടെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ മരുഭൂമിക്കപ്പുറത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറബിലേക്ക് വന്നെത്തി. അപ്പോൾ മുൾപ്പടർപ്പിൻ്റെ മധ്യേ അഗ്നിജ്വാലയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ കണ്ടു, അതാ മുൾപ്പടർപ്പ് അഗ്നിയാൽ എരിയുന്നു, എങ്കിലും ആ മുൾപ്പടർപ്പ് ചാമ്പലാകുന്നില്ല. അപ്പോൾ മോശ ആത്മഗതം ചെയ്തു, ഞാൻ അങ്ങോട്ട് ചെന്ന് ഈ മഹാദൃശ്യം കാണട്ടെ, എന്തുകൊണ്ട് മുൾപ്പടർപ്പ് എരിഞ്ഞമരുന്നില്ല? അവൻ അത് കാണാൻ തിരിയുന്നു എന്ന് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോശേ, മോശേ. അവൻ പറഞ്ഞു, ഇതാ ഞാൻ. അവിടുന്ന് അരുൾ ചെയ്തു, ഇങ്ങോട്ട് അടുക്കരുത്, നിന്റെ പാദങ്ങളിൽ നിന്ന് ചെരുപ്പുകൾ അഴിക്കുക. എന്തെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ നിലമാണ്. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, ഞാൻ നിന്റെ പിതാവിൻ്റെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. ദൈവത്തെ വീക്ഷിക്കാൻ ഭയപ്പെട്ടതുകൊണ്ട് മോശ മുഖം മറച്ചു. വീണ്ടും കർത്താവ് അരുൾ ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ദുരിതം ഞാൻ കാണുക തന്നെ ചെയ്തിരിക്കുന്നു. അതിൻ്റെ മേൽനോട്ടക്കാർ മൂലമുള്ള അവരുടെ രോദനം ഞാൻ കേട്ടിരിക്കുന്നു. തീർച്ചയായും അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും ആ നാട്ടിൽ നിന്ന് നല്ലതും വിസ്തൃതവുമായ ഒരു നാട്ടിലേക്ക്, തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക്, കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകാനുമാണ്. ഇപ്പോൾ ഇതാ ഇസ്രായേല്യരുടെ രോദനം എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ അടിച്ചമർത്തുന്ന മർദ്ദനം ഞാൻ കാണുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നീ ഇപ്പോൾ പോകുക, ഞാൻ നിന്നെ ഫറവോയുടെ അടുത്തേക്ക് അയക്കുന്നു. എൻ്റെ ജനമായ ഇസ്രായേല്യരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. മോശ ദൈവത്തോട് ചോദിച്ചു, ഫറവോയുടെ പക്കൽ പോകാനും ഇസ്രായേല്യരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ്? അവിടുന്ന് അരുൾ ചെയ്തു, ഞാൻ നിന്നോടുകൂടെ തീർച്ചയായും ഉണ്ടായിരിക്കും. ഞാൻ തന്നെയാണ് നിന്നെ അയക്കുന്നതെന്നതിന് ഇതായിരിക്കും നിനക്കുള്ള അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ശുശ്രൂഷിക്കും. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേല്യരുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ എന്നോട് ചോദിക്കും, അവിടുത്തെ പേരെന്താണ്? അപ്പോൾ ഞാൻ അവരോട് എന്തു പറയും? ദൈവം മോശയോട് അരുൾ ചെയ്തു, ഞാൻ ആയിരിക്കുന്നവൻ ആയിരിക്കും. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, ഇസ്രായേല്യരോട് നീ ഇങ്ങനെ പറയണം, ആയിരിക്കുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ദൈവം മോശയോട് വീണ്ടും അരുൾ ചെയ്തു, ഇസ്രായേല്യരോട് നീ ഇങ്ങനെ പറയണം, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ നാമം, ഇതാണ് തലമുറ തലമുറയിലേക്കുള്ള എൻ്റെ ഓർമ്മ. നീ പോയി ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി അവരോട് പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നോട് അരുൾ ചെയ്തിരിക്കുന്നു. നിങ്ങളെയും ഈജിപ്തിൽ നിങ്ങളോട് ചെയ്യപ്പെടുന്നതും ഞാൻ തീർച്ചയായും സന്ദർശിച്ചിരിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈജിപ്തിലെ ദുരിതത്തിൽ നിന്ന് കാനാന്യരുടെയും ഹിത്യരുടെയും അമോര്യരുടെയും പെരീസ്യരുടെയും ഹിവ്യരുടെയും ജബൂസ്യരുടെയും നാട്ടിലേക്ക്, തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. അവർ നിന്റെ സ്വരം ശ്രവിക്കും. അനന്തരം നീയും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരും ഈജിപ്ത് രാജാവിൻ്റെ അടുക്കൽ ചെല്ലണം. നിങ്ങൾ അവനോട് പറയണം, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ പക്കൽ സന്നിഹിതനായിരിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ
മരുഭൂമിയിൽ 3 ദിവസത്തെ യാത്ര പോകട്ടെ. എന്നാലും കരുത്തുറ്റ കരത്താലല്ലാതെ ഈജിപ്ത് രാജാവ് നിങ്ങളെ പോകാൻ അനുവദിക്കുകയില്ലെന്ന് എനിക്കറിയാം. എൻ്റെ കരം നീട്ടി ഈജിപ്തിൻ്റെ മധ്യേ ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ അത്ഭുതങ്ങൾ കൊണ്ടും ഞാൻ അതിനെ പ്രഹരിക്കും. അതിനുശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും. ഈജിപ്തുകാരുടെ ദൃഷ്ടികളിൽ ഈ ജനത്തോടുള്ള പ്രീതി ഞാൻ ഉളവാക്കും. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ ഒന്നുമില്ലാത്തവരായി പോകേണ്ടി വരില്ല. ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയോടും അവളുടെ വീട്ടിലെ അതിഥിയോടും സ്വർണ്ണ ഉരുപ്പടികളും വെള്ളിയുരുപ്പടികളും വസ്ത്രങ്ങളും ആവശ്യപ്പെടണം. അവ നിങ്ങളുടെ പുത്രീപുത്രന്മാരെ അണിയിക്കണം. അങ്ങനെ നിങ്ങൾ ഈജിപ്തുകാരെ കൊള്ളയടിക്കണം.